അപ്പം ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മൾ ഉമ്മാനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഉമ്മാക്ക് ഒരാഴ്ച മുന്നേ വന്നപ്പോൾ പറഞ്ഞു ഡോക്ടർ അടുത്ത തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ. അപ്പം 4:30 ആകുമ്പോൾ ഇവിടെ എത്താൻ പറഞ്ഞതാണ്. പക്ഷേ എത്താൻ കഴിഞ്ഞില്ല. 5 മണിയൊക്കെ ആയി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 3:45 3 മണി ആ ടൈം, 3:30 3:45 ആ ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ എത്തിയേക്ക് 5 മണിയായി. മദർ കെയർ ഹോസ്പിറ്റലിൽ മണ്ണാർക്കാട്ടേക്കാണ് പോന്നിട്ടുള്ളത്. അങ്ങനെ ആദ്യം തന്നെ വന്നു അപ്പോയിൻമെൻ്റ് എടുത്ത് നേരെ ഡോക്ടറെ കാണിച്ച് അവിടെ നിന്ന് പേയൊക്കെ ചെയ്ത് റൂമിലേക്ക് മാറി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അഡ്മിറ്റ് ആയിക്കോളി, നാളെ രാവിലെ ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റൂമിലേക്ക് മാറണം. ഇപ്പോൾ കുറച്ച് പേ അടക്കണ്ട, പേയൊക്കെ അടച്ച് സാധനങ്ങളൊക്കെ റൂമിൽ കൂടെ നിൽക്കണം. ഒരു ദിവസത്തെ ബുധനാഴ്ചയാണ്, ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്ത് ബുധനാഴ്ച വിടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലേറ്റായി. എമർജൻസി കേസ് 2 വന്നപ്പോൾ ഇമ്മാൻ്റെ ഉച്ച കഴിഞ്ഞിട്ടായി ഓപ്പറേഷൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ബുധനാഴ്ച പോകാൻ പറ്റില്ല, ഇന്ന് പോകാൻ പറ്റില്ല, നാളെ ഉള്ളപ്പോൾ പോകാൻ പറ്റില്ല, 2 സൂചി ബന്ധിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ റൂമിലെത്തി. പിന്നെ അവിടെ നിന്ന് നിസ്കാര മുറിക്ക് പോയിരുന്നു. അപ്പോൾ നിസ്കാര മുറിയിലെത്തി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞ് അവിടെ ക്യാൻറ്റീനൊക്കെ ക്ലോസായി. പിന്നെ ഞങ്ങൾ അപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞ് അങ്ങനെ അവിടെ പോയി. പക്ഷേ പിന്നെ റെസ്റ്റോറൻറ്റിൽ രാത്രി ആയി കഴിഞ്ഞാൽ മന്തി, ഷവർമ, ഷവായ അങ്ങനെ ഓരോ ഫുഡല്ല. അപ്പോൾ ഞങ്ങൾ മന്തി അൽഫാം പോയി തിന്നു. അപ്പം കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫുഡാണ്. പാരമെൻറ്റ് ഹോട്ടലിൻ്റെ പേരാണ്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്യേണ്ടവർക്ക് അവിടെ വരാം. നമ്മൾ വണ്ടി കഴിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനും അതിന് അങ്ങനെയായിട്ട് പോയതൊന്നല്ലേ, ഹോസ്പിറ്റലിൽ പോയതല്ലേ. അപ്പോൾ അവിടെ കുട്ടിക്ക് പിന്നെ ഒരു ബേബി ചെയറൊക്കെ കൊടുത്തപ്പോൾ അതിൽ സേഫായിട്ടിരുന്നു. അടിപൊളിയായിട്ട് അങ്ങനെ ഇരിക്കുക. ആദ്യമായിട്ടാണ് ചെയറിൽ കയറി ഇരിക്കലുണ്ട്, സോഫയിൽ കയറി ഇരിക്കലുണ്ട്. ഇതുപോലെ കുറച്ച് ടൈം അടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ സാലഡൊക്കെ എത്തി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് വന്ന് രാവിലെയാണ് ഓപ്പറേഷത്തിന് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ ഓപ്പറേഷത്തിന് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടിറങ്ങി. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. രാവിലെയൊക്കെ ഓപ്പറേഷത്തിന് കൊണ്ടുപോകാൻ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അതൊക്കെ പറഞ്ഞു അതൊക്കെ വീഡിയോ എടുത്ത് അവിടുത്തെ ചെടികളൊക്കെ കണ്ടിട്ടുണ്ട്. ബില്ലൊക്കെ പേ ചെയ്ത് പോകുന്നപ്പോൾ അവിടെ ഡിസ്പ്ലേ ആയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് പോകാൻ. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മേലെ കൊണ്ടുവന്നാൽ 9 മണിയായപ്പോൾ കൊണ്ടുപോയി. പിന്നെ 11 മണിക്ക് ഓപ്പറേഷൻ ചെയ്യാറ് ആവശ്യത്തിന് കൊണ്ടുപോയതാണ്. ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് നമുക്ക് ചാപ്പൽസൊക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥനാലയം അതിലൊക്കെ പോയി അവിടെയൊക്കെ ചാപ്പൽസൊക്കെ കണ്ടവിടൊക്കെ വീഡിയോ ഇട്ട് നാളവിടെ താത്തൻ്റെ മോളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് 2:45 ടൈമായപ്പോഴത്തേക്ക് ഉമ്മാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഐസിയുവിലാക്കി കുറച്ച് ടൈമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഐസിയിൽ കടന്നു. അപ്പോൾ ഞാൻ ഐസിയിലേക്ക് കാണാൻ വേണ്ടി പോകാം. അതിൻ്റെ ഉള്ളിൽ ഫോൺ എടുക്കാനൊന്നും പറ്റില്ല. ഡോക്ടർമാരുടെ ഉള്ളതല്ല. അപ്പോൾ പിന്നെ തിരിച്ചിറങ്ങി ചെയ്തു. മഴകൾ തിരിച്ചിറങ്ങി എല്ലാവരും പഠിച്ചായിട്ട് പിറ്റേ റൂമിലാക്കിയിട്ട് പിറ്റേ ദിവസം ഡോക്ടർ ഡിസ്ചാർജ് എല്ലാം പറഞ്ഞു. ബൈ.